സംസ്ഥാന രാഷ്ട്രീയത്തിലെ സ്റ്റാർ മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട് നിയോജക മണ്ഡലം. NMR റസാഖും രമേശ് പിഷാരടിയും ശോഭാ സുരേന്ദ്രനും നേർക്കുനേർ പോരാടുന്ന മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ചിത്രം ഇത്തവണ തിരുത്തപ്പെടുമെന്നാണ് വോട്ടർമാരുടെ പ്രതീക്ഷ. അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ 14,000-ഓളം വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നുണ്ട്. നാലു ചുറ്റുമുള്ള എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം 25,000-ൽ കൂടുതൽ. പക്ഷേ 2011 മുതൽ പാലക്കാട് നിയോജക മണ്ഡലം മാത്രം ഇടതുപക്ഷത്തിന് കയ്യകലം ദൂരത്തിലാണ്. ഇത്തവണ ഒരുങ്ങിത്തന്നെയാണ് പുറപ്പാട്. 2024 ഉപതെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്ത് പോയ ക്ഷീണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തീർത്തു. മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പാലക്കാട് നഗരസഭ പഞ്ചായത്തുകളായ കണ്ണാടി, മാത്തൂർ, പിരായിരി തുടങ്ങി എല്ലായിടത്തെ വോട്ടെണ്ണിയപ്പോൾ 2ാം സ്ഥാനത്താണ് ഇടതുപക്ഷം. അതും വെറും 59,039 വോട്ടിന് മാത്രം. പഞ്ചായത്തുകളുടെ കണക്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് ഇടതുപക്ഷത്തിന്. നഗരസഭയിലെ ചില മേഖലകളിൽ വോട്ട് വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇടതു പിന്തുണ മാത്രം പോരാ, അകന്നു നിൽക്കുന്ന വിഭാഗങ്ങളിൽ നിന്നുകൂടി വോട്ട് വേണം. മോതിരം ചിഹ്നത്തിൽ NMR റസാഖ് എന്ന പാലക്കാട്ടുകാരൻ മത്സരരംഗത്തെത്തിയതോടെ തെരഞ്ഞെടുപ്പ് ചിത്രം മാറി. മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കിനാശ്ശേരി ചേമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാലയാണ്. പക്ഷേ എല്ലാവരുടെയും ഉള്ളിലുണ്ട് നാട്ടിലെ തെരഞ്ഞെടുപ്പ് ചൂട്. വിശക്കുന്ന മനസ്സുകളെ മനസ്സിലാക്കിയ ഒരാളാണ്. വളരെ സാധാരണ സ്ഥിതിയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരാളാണ്. എല്ലാവരെയും പാലക്കാട് ജനങ്ങളെ മുഴുവൻ കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. തുടർഭരണം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നല്ല ലീഡറിന് മാത്രമേ ഒരു നല്ല ഗവർണൻസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമുക്ക് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചലച്ചിത്ര രംഗത്ത് ചെറിയ ഇടവേള നൽകി പാലക്കാട് മത്സരിക്കാനെത്തിയ രമേശ് പിഷാരടിയും വലിയ പ്രതീക്ഷയിലാണ്. പക്ഷേ സിറ്റിംഗ് MLA രാഹുൽ മാങ്കൂട്ടം, കോൺഗ്രസ് കൗൺസിലറും പിഷാരടിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തിരുന്ന കോൺഗ്രസ് കൗൺസിലർ പ്രക്ഷോഭ് എന്നിവർക്കെതിരായ പീഡനക്കേസുകളിൽ കൃത്യമായ നിലപാടെടുക്കാത്തത് വോട്ടർമാർക്കിടയിൽ ചർച്ചയാണ്. 2016 മത്സരിച്ച് പരാജയപ്പെട്ട ശോഭാ സുരേന്ദ്രൻ 10 വർഷത്തിനു ശേഷം വീണ്ടും പാലക്കാട് അംഗത്തിനെത്തിയിരിക്കുന്നു. സംഘപരിവാർ വോട്ടിനപ്പുറം മണ്ഡലത്തിൽ വോട്ടില്ല എന്നതാണ് ശോഭാ സുരേന്ദ്രൻ നേരിടുന്ന പ്രതിസന്ധി.